ഇന്ന് നമുക്ക് കപ്പപ്പുഴുക്കും ബീഫ് റോസ്റ്റും ഉണ്ടാക്കിയാലോ. നല്ല ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ബീഫിലോട്ട് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, സവാളയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. കഴുകി അരിഞ്ഞോടെ എടുക്കുന്നുണ്ട്. ഉരുളി എടുപ്പത്ത് വെച്ച് കടുക് വറുത്ത് ഇതൊന്ന് വഴറ്റി എടുക്കുകയാണ്. ഇതൊന്ന് വഴണ്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് അതിലോട്ട് പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. വഴണ്ടി വന്ന സമയത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബീഫ് മസാലയും കൂടെ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുത്ത ബീഫാണ്. ബീഫിലുള്ള വെള്ളമാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിലൂടെ ചേർത്തൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ബീഫ് റോസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തേങ്ങാക്കൊത്തും കൂടെ വരണം, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലോട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വാഴയിലേക്ക് വാട്ടിയിട്ട് പല്ലിയറ വീട്ടിലോട്ടും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ വാട്ടിയ വാഴയിലയിൽ ചൂട് ബീഫ് റോസ്റ്റും കൂടി ഇട്ട് പൊതിഞ്ഞ് അവിടെ കൊണ്ടുപോയത് തുറക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. ഒരു വാഴയിലയിൽ ബീഫും മറ്റേതിൽ കപ്പയും കൂടെ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ പൊതിഞ്ഞെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. കുറച്ച് നാൾ മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അന്ന് ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അണ്ണനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തായിരുന്നേ. അണ്ണൻ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കലുണ്ട്. അപ്പോൾ ഇന്ന് കപ്പയും ബീഫുമാണ്. ഞാൻ ബീഫ് കഴിക്കലില്ല. എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ബീഫ് കഴിക്കില്ല കേട്ടോ, അലർജി ഉള്ളതുകൊണ്ട്. അപ്പോൾ ബീഫ് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കിയാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ബീഫൊക്കെ ഉണ്ടാക്കിയാൽ വരട്ടുകയൊക്കെ ചെയ്ത് ഇഷ്ടമാണ്. ഇതെല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞാൻ എനിക്ക് മാത്രമല്ല ശ്രീകുട്ടിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഡ്രസ്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ്, നല്ല ഭംഗിയായിട്ടോ. അതിൻ്റെ പാൻറ്റും അതെ, റേറ്റ് നല്ല കുറവാണ്, പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്ന ഒരു പാൻറ്റാണ്. ശ്രീകുട്ടിക്ക് ഒരു ടോപ്പ് ഇതേപോലെ ഒരു ചുരിദാർ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഒരു ചുരിദാറാണ് കേട്ടോ. അമ്പലത്തിലേക്ക് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ഒരു ലൈനിങ് ഒക്കെ കൂടി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ചുരിദാർ ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയും വലുപ്പവും ഒക്കെ വരുന്ന ഷോളാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. 2 സൈഡ് വേണമെങ്കിൽ ഒരു സൈഡ് അങ്ങനെയൊക്കെ വേണമെങ്കിലും ഇടാനായിട്ട് പറ്റും. അതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇതിൽ ഏത് ചുരിദാർ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയണേ. ഇതൊരു കോട്ട് സെറ്റ് ശ്രീകുട്ടിക്ക് വാങ്ങിയതാണ്. ബ്ലാക്കും വൈറ്റും ആണ് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാട്ട്, വീഡിയോയുടെ മുകളിലായിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാട്ടോ. ഡ്രസ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവേ. വീട്ടിലെത്തിയിട്ട് കപ്പ തുറന്നു കേട്ടോ. അപ്പോഴത്തേക്ക് വാഴയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല മുറുക്കി കെട്ടിയിട്ടേ. പക്ഷേ പുറത്തൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കപ്പ ആ ഒരു വാഴയിൽ പൊതിഞ്ഞതിൻ്റെ അതേ ഷേപ്പിലോട്ടായിട്ടുണ്ടായിരുന്നു. വീട്ടിലെപ്പോഴും കുട്ടികളുണ്ടാവും കേട്ടോ. അടുത്ത ചേച്ചിമാരുണ്ട്, എപ്പോഴും വീട്ടിൽ കുട്ടികളുണ്ടാവും. അതറിയാവുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി കഴിച്ചു. അടിപൊളിയാണെന്ന് കേട്ടോ എല്ലാവരും പറഞ്ഞത്.